പിന്നെ ഇവിടെ കേരളത്തിന്റെ ഇങ്ങനെ മൂലക്ക് ചങ്ങനാശ്ശേരി കിടക്കുന്ന നമ്മൾ അമേരിക്കയിൽ എത്തിച്ചിട്ട് യൂട്യൂബിന് എന്ത് സാധിക്കാൻ. പിന്നെ നമുക്ക് നമ്മുടെ ആളുകൾ കാണുകയും പറയുകയും കേൾക്കുകയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലീഷ് കണ്ടവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. മാർച്ച് 3 സുന്ദരി പോയോ? എന്തിയേ? അതൊക്കെ പോയി പോകണ്ടായിരുന്നു. ഇപ്പം വന്നേനെ നമുക്ക് നിർത്തിയാലോ? നിർത്താം. എന്നാ പിന്നെ ഞങ്ങളിന്ന് നിർത്തിയേക്കട്ടെ. അപ്പൊ ഗുഡ് നൈറ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നിട്ട് ആരും ഒരു മെസ്സേജ് അയക്കുന്നില്ല, ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഒരു കമൻ്റ് ഇടുന്നില്ല, ഒന്നും പറയുന്നില്ല അല്ലേ. ഞങ്ങളോട് ആർക്കും ഇഷ്ടമില്ല. ഞങ്ങൾ പോവാം. ഞങ്ങൾ വേറെ എന്ത് പറയാൻ. അതേ ഒരാളാണ് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വന്നിട്ട് പേര് പോലും പറയുന്നില്ല. പോവാ. അതെ ഇവക്കാണെങ്കിൽ ഉറക്കവും വരുന്നു. എന്തിനും ഇത്ര കഷ്ടപ്പെടുന്നു? അതിനെക്കാട്ടും നല്ല നമുക്ക് പരിപാടി നിർത്തുന്നതല്ലേ നല്ലത്. സ്വരം നന്നായിട്ടിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലത്. അങ്ങനെയല്ലേ വെച്ചാൽ അതാണ്. സ്വരം നന്നായിട്ടിരിക്കുക. എന്ത് ചെയ്യണം? ചൂടുവെള്ളം കുടിക്കാം. പിന്നെ മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ തിന്നുന്നത്, എന്തുവാ? ഇരട്ടി മധുരം കഴിക്കാം. നിഷാമോൾ ഹായ്. നിഷാമോൾ ഇത്ര നേരം ഉണ്ടായിരുന്നു? അത് ഇപ്പൊ പുതിയതായിട്ട് വന്നതാണോ? ഉണ്ടായിരുന്നോ? ഞങ്ങൾ പോവാന്ന് കേട്ടപ്പോൾ വന്നതാണോ? ഞങ്ങൾ പോലെ എന്ന് പറയാൻ വന്നതാണോ? അയ്യോ ഇക്ക പോവല്ലേ, അയ്യോ ഇക്ക വേണ്ട, അയ്യോ ഇത്താ പോവല്ലേ, അയ്യോ ഇത്താ പോവല്ലേ. അങ്ങനെ അല്ലെന്ന് ഞാൻ എന്നെ മാത്രം പറഞ്ഞ നീ പറയൂ നിങ്ങളെ മാത്രം പറഞ്ഞ എന്നെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്ത്, സബ് ചെയ്യാത്ത സബ് ചെയ്ത് കൂടെ കൂടണേ. ഷംനാത്ത പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുവാണ് കേട്ടോ. പിന്നെ ഇന്ന് എല്ലാവരും വിശന്നിരിക്കുകയാണെങ്കിൽ പോയി ഭക്ഷണം കഴിച്ചോ. ഞങ്ങളാണ് പുട്ട് കഴിച്ചിട്ട് ഇരുന്ന് തള്ളോട് തള്ള. അത് കേട്ട് അല്ലേ നിങ്ങൾ വിശന്നിരിക്കണ്ട കേട്ടോ. എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചു. വയറ് നിറച്ചും ഭക്ഷണം കഴിച്ചിട്ട് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് പോയി കിടന്നുറങ്ങിക്കോളൂ. ഞങ്ങളുടെ മാർച്ച് 3 സുന്ദരി തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾ പോയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു അല്ലേ. അപ്പം ഞങ്ങൾ നിർത്തിക്കോട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അത് ശരിയാണിക്ക പറഞ്ഞതെന്ന്. എന്തുവാണ് ശരി പറഞ്ഞത്? അതാണ്. അതല്ല, എല്ലാവരും വിശന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ വിശന്നിരിക്കുമ്പോൾ ഒന്നും കേൾക്കാൻ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. കാര്യം നമ്മുടെ വയറ് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ലത് കേട്ടാലും ചീത്ത കേട്ടാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഒരു മൂഡുണ്ടാവില്ല. വിശന്നിരിക്കുന്നവരൊക്കെ പോയി കഴിക്കും, ഭക്ഷണം കഴിക്കുക. ഞങ്ങളുടെ വയറ് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റും. നിങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കൂല. എങ്ങനെ ഇരിക്കുന്നു? ഫുഡ് കഴിച്ചായിരുന്നോ സുഹറ? എന്തുവായിരുന്നു സുഹറാക്ക് ഫുഡ്? എന്തായിരുന്നു? സുഹറയുടെ സ്ഥലം എവിടെയാന്ന് നീ പറയാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. പറ. മലപ്പുറം അല്ലേ? മലപ്പുറം അല്ലേ സുഹറ? എന്നാ പറഞ്ഞേ. അല്ലേ മലപ്പുറം അല്ലേ? പാലക്കാടാണോ? മലപ്പുറം. മലപ്പുറമാണോ? മലപ്പുറമാണോ? മലപ്പുറം അല്ലേ? മലപ്പുറം ലേഡിയാണോ? പറയൂ. പറയട്ടെ. പവർ വരട്ടെ അങ്ങോട്ട്. പവർ വരട്ടെ. ഇവിടെ ഉണ്ടല്ലോ മാങ്ങ 3 കിലോ 100 രൂപ. നിങ്ങളുടെ മാങ്ങയൊക്കെ ഉണ്ടോ? നീല മാങ്ങ 3 കിലോ 100 രൂപ. പക്ഷെ ഇന്നൊക്കെ പച്ച മാങ്ങ കൊണ്ടുപോകുന്നത് പുളിയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നാന്നറിയോ, മാങ്ങ മേടിച്ചിട്ട് 2 ദിവസം പോലും ഇരുന്നില്ല. അതിന് മുമ്പ് മാങ്ങ ചീഞ്ഞു പോയി. അപ്പം ഞാൻ ഇന്ന് കുറച്ച് പച്ച കൂടിയ മാങ്ങ മേടിച്ചു. അപ്പോൾ 2 ദിവസം എടുത്താൽ മതിയല്ലോ. ബീഫ് നെയ്ച്ചോറും പടച്ചോനെ തകർത്ത് അടിപൊളി ഫുഡായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ബീഫും നെയ്ച്ചോറും കൊള്ളാം, നല്ല കോമ്പിനേഷനാണ്. സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ മലപ്പുറമാണ്. കറക്റ്റ് മലപ്പുറമാണെന്ന്. വണ്ടർഫുൾ. എൻ്റെ ഭാര്യനെ ഞാൻ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ കത്തിയില്ല കേട്ടോ. ഭയങ്കര ഓർമ്മശക്തിയാണ്. വിശക്കുന്നുണ്ടോ ഇത്രയൊക്കെ കഴിച്ചിട്ട്? മാഷാ അല്ലാ. എങ്ങനെ ഇരിക്കുന്നു മാങ്ങ? ഞാൻ കഷ്ടപ്പെട്ട് മാങ്ങ മേടിച്ച് കൊണ്ടുവന്ന് ഇപ്പം പറഞ്ഞ ഇവിടെ എന്തോ പറഞ്ഞത് പച്ച മാങ്ങയാണ് കൊണ്ടുവന്നതെന്ന്. ഇക്കാക്ക് മറവി ഉണ്ടല്ലേ ചെറുതായിട്ട്. നമ്മളിങ്ങനെ 100 കൂട്ടം കാര്യങ്ങളായിട്ട് നടക്കുമല്ലേ എന്നേ. അപ്പം മറന്നു പോകുന്ന കേട്ടോ. സോറി, നിങ്ങൾ ക്ഷമിച്ചേക്ക് അല്ലേ. ഇനി ഓർത്തിരിക്കും, ഇനി മറക്കത്തില്ല കേട്ടോ. ഇവക്കിപ്പം മിണ്ടാൻ പറ്റത്തില്ല. മുഴുവൻ മാങ്ങ ഇരിക്കുകയാണേ. ഈ സമയത്ത് എനിക്ക് എന്ത് വേണം പറയാം. ഷംന വേണ്ട, ഇറക്കി കഴിഞ്ഞ് ഇനി പറയണ്ട. വേണ്ട മാങ്ങ ജ്യൂസ് വേണോന്ന് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വായിലോട്ട് വെച്ച് തുപ്പാൻ. എനിക്ക് ജ്യൂസ് വേണ്ട. എനിക്ക് ജ്യൂസേ വേണ്ട. മനുഷ്യന്മാർ